അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ഷഅബാനിലെ 3-ാമത്തെ വെള്ളിയാഴ്ച രാവാണ് ഇന്നത്തെ മഗ്‌രിബോട് കൂടി നമ്മളിലേക്ക് കടന്നു വരുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മഗ്‌രിബോട് കൂടി നമ്മളെല്ലാവരും 11 വട്ടം ചൊല്ലേണ്ട പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ദിക്റിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഈ ഒരു ദിക്റിനെ ആത്മാർത്ഥമായി കൊണ്ട് വെറും 11 വട്ടം നിങ്ങൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യുക. വരുന്ന റമളാന് നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടും കഴിഞ്ഞു പോയ റജബും ഈ ഒരു ശഅബാനും നമ്മളിലേക്ക് നല്ല രീതിയിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം പ്രതിഫലം കിട്ടുന്നതുമായിട്ടുള്ള ഒരു ദിക്റാണ് ഇത്. ഈ ദിക്റ് ചൊല്ലുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിയ്യത്ത് ചെയ്യണം. രോഗങ്ങൾക്ക് ശിഫയായി കിട്ടുന്നതിനും പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടുന്നതിനും കടങ്ങൾ പൂർണ്ണമായിട്ടും വീടിക്കിട്ടുന്നതിനും ഹലാലായ മുറാദുകൾ പെട്ടെന്ന് ഹാസിലായി കിട്ടുവാനും ആഗ്രഹങ്ങൾ സഫലീകരിച്ച് കിട്ടുന്നതിനും ഒക്കെ വളരെയധികം പ്രതിഫലം കിട്ടുന്നതുമായിട്ടുള്ള ഒരു വളരെ ചെറിയ ഒരു ദിക്റാണ് ഇത്. ഈ ഒരു ദിക്റിനെ 11 വട്ടം ചൊല്ലിയാൽ മതി. ഇന്നത്തെ രാവിലും നാളത്തെ പകലിലുമായിട്ട് 11 വട്ടം നിങ്ങൾ ഇത് ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം. ഇതാണ് ചൊല്ലേണ്ട പ്രധാനപ്പെട്ടിട്ടുള്ള ദിക്റ്. എത്ര കഠിനമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾ ഉണ്ടെങ്കിലും ഈ ഒരു ദിക്റിനെ 11 വട്ടം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ കരഞ്ഞ് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. ഏതൊരു കാര്യത്തിനും പരിഹാരം എന്ന് പറയുന്നത് അള്ളാഹുവിനോട് നമ്മുടെ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞ് ദുആ ചെയ്യുക എന്നതാണ്. അല്ലാഹു തആല പ്രയാസങ്ങൾ തരുന്നതും അതിനെ നീക്കിക്കളയാൻ പൂർണ്ണ കഴിവുള്ളതും അള്ളാഹുവിന് മാത്രമാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിലും ഉള്ള കഷ്ടപ്പാടുകൾ മാറിക്കിട്ടുവാനും സമാധാനവും സന്തോഷവും നിറഞ്ഞ നല്ലൊരു ജീവിതം മരണം വരെ നമുക്ക് ലഭിക്കുന്നതിനും ആരോഗ്യത്തോടു കൂടെ ആഫിയത്തോടു കൂടി മരണം വരെ ജീവിക്കുന്നതിനും അല്ലാഹു തആല നമുക്ക് ആയുസ്സും തൗഫീഖും നൽകുകയും ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.